10 വർഷം നീണ്ടുനിന്ന ആം ആദ്മി പാർട്ടിയുടെ ഭരണം ഡൽഹിയിൽ അവസാനിക്കാൻ പോകുന്നതിന്റെ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ആം ആദ്മിക്ക് എതിരാണ്. ഇതോടുകൂടി ബിജെപി വീണ്ടും അധികാരത്തിൽ വരും എന്ന് എക്സിറ്റ് പോളുകൾ പറയുന്നു. 27 വർഷത്തിന് ശേഷമാണ് ഡൽഹി ബിജെപി പിടിക്കുന്നത്. സുഷമ സ്വരാജ് ആയിരുന്നു ബിജെപിയുടെ അവസാനത്തെ ഡൽഹി മുഖ്യമന്ത്രി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് 3 MLA-മാരായിരുന്നു ഉണ്ടായിരുന്നത്. കോൺഗ്രസിന് ഒന്നുമില്ലായിരുന്നു. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തിദുർഗമായിരുന്നു. ഷീല ദീക്ഷിത് എന്ന കോൺഗ്രസ് നേതാവിന്റെ ശക്തിദുർഗമായിരുന്നു ഡൽഹി. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയാണ് ഡൽഹി ഭരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആം ആദ്മിക്ക് ഡൽഹിയിൽ ഒരുപാട് ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അഴിമതി വിരുദ്ധ പാർട്ടി എന്ന ഒരു ലേബൽ അവർക്ക് ലഭിച്ചു. പഞ്ചാബിലും അവർ ഭരണം പിടിച്ചു. ഇന്ന് കേരളത്തിൽ പോലും അവർക്ക് അനുയായികൾ ഉണ്ടായി. സാറ ജോസഫിനെ പോലെയുള്ള എഴുത്തുകാരൊക്കെ ആം ആദ്മി പാർട്ടിയുടെ അംഗങ്ങളായി മാറി. അങ്ങനെ അഴിമതി രഹിത പാർട്ടി എന്ന ലേബലിൽ വന്ന ആം ആദ്മി പാർട്ടി പിന്നീട് അഴിമതിയുടെ കൂത്തരങ്ങാവുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന്റെ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ അഴിമതി കേസിൽ അകത്താകുന്ന കാഴ്ച കണ്ടു. അതാണ് ആം ആദ്മി പാർട്ടിക്ക് ഏറെ വിനയായി മാറിയത്. മറ്റൊന്ന്, കോൺഗ്രസുമായി ഒരുമിച്ച് നിൽക്കാതെ സ്വതന്ത്രമായി മത്സരിക്കാൻ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചതോടെ അവരുടെ വിധിയും തീരുമാനിക്കപ്പെട്ടു. ഇപ്പോൾ ബിജെപി ഡൽഹിയിൽ പണി തുടങ്ങിക്കഴിഞ്ഞു. ബിജെപി അധികാരത്തിലെത്തിയാൽ അധികം വൈകാതെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ അബ്കാരി അഴിമതി കേസിൽ, മദ്യ അഴിമതി കേസിൽ അകത്താക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ജയിലിടഞ്ഞാൽ വെളിയിലിറങ്ങാത്ത രീതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ബിജെപി പൂട്ടും. അതിനുള്ള ശ്രമങ്ങൾ അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞു. അരവിന്ദ് കെജ്രിവാളിനെ ബിജെപി പൂട്ടിയാൽ അത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമായി മാറും. പിന്നീട് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ തല പൊക്കില്ല എന്നുള്ളതാണ് സത്യം. അരവിന്ദ് കെജ്രിവാൾ എന്ന ഒരു വ്യക്തിയെ മുൻനിർത്തിയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ അഴിമതി കേസിൽപ്പെട്ട് ജയിലിലായപ്പോൾ ആം ആദ്മി പാർട്ടി ശിഥിലമായി പോയി എന്നതാണ് സത്യം. മാത്രമല്ല, അദ്ദേഹത്തിന്റെ അനുയായികളും അഴിമതി കേസിൽപ്പെട്ടു. ഒരുപാട് അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായി. പലതരത്തിലുള്ള അന്വേഷണങ്ങൾ അദ്ദേഹത്തിനെതിരെ കേന്ദ്രം പ്രഖ്യാപിച്ചു. എന്തായാലും ഡൽഹിക്കാർ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിന് ഒരു സീറ്റും കിട്ടില്ല എന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. ആം ആദ്മിക്ക് കുറച്ച് സീറ്റ് കിട്ടിയാൽ അതുതന്നെ ഭാഗ്യം എന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. ചുരുക്കത്തിൽ ബിജെപി 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ നല്ല പ്രകടനം നടത്തിയിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ സ്വാർത്ഥ താൽപര്യങ്ങളാണ് ഇതിന് കാരണമായി മാറിയത്. കോൺഗ്രസുമായി ചേർന്ന് മത്സരിച്ചിരുന്നെങ്കിൽ ശക്തമായ ഒരു പ്രതിപക്ഷത്തെങ്കിലും സൃഷ്ടിക്കാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിയുമായിരുന്നു. ഇനിയിപ്പോ ബിജെപി പണി തുടങ്ങിയിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക്.